ബാങ്ക് കുടിച്ചു കഴിഞ്ഞ് ഇത്രയും കിളി പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ വാരണാസിയിൽ വന്ന് ബാങ്ക് കുടിക്കാൻ പോവാണ്. വാരണാസിയിൽ വന്ന ബാങ്ക് എന്തായാലും നമ്മൾ ട്രൈ ചെയ്യണമല്ലോ. വാരണാസിയിലെ വഴികൾ കൂടുതൽ എങ്ങനെയാണ്, പഴയ കെട്ടിടങ്ങളുടെ ഇടയിലൂടെയുള്ള വഴികളാണ് കൂടുതൽ. ഞങ്ങളങ്ങനെ നടന്ന് ഏകദേശം കുറച്ച് ദൂരം കഴിഞ്ഞ് ഞങ്ങൾ എവർഗ്രീൻ ലസ്സി ഷോപ്പിലെത്തി. ഇവിടെയാണ് നമുക്ക് ബാങ്ക് ലഭിക്കണം. വാരണാസിയിലെ പല ഘട്ടുകളിലും നമുക്ക് ബാങ്ക് ലസ്സി ലഭിക്കും. ഇത് ശരിക്കും 1800-കളിൽ ബ്രിട്ടീഷുകാർ ഇതിനെ ബാങ്ക് ഗോൾ എന്നാണ് ശരിക്കും വിളിച്ചുകൊണ്ടിരുന്നത്. ഹോളി, മഹാശിവരാത്രി എന്നീ ഉത്സവങ്ങളിലൊക്കെ ബാങ്ക് ഉപയോഗിക്കണം ശരിക്കും ഇവർ ഒരു ആചാരമായിട്ടാണ് കണക്കാക്കുന്നത്. കെട്ടി പറഞ്ഞ വാരണാസിയുടെ ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണ് ഈ ബാങ്ക് ലസ്സി എന്ന് പറയുന്നത്. കൂടുതലും മലയാളികളാണ് ബാങ്ക് കുടിക്കാൻ വന്നതെന്നാണ് ഈ പയ്യ പറഞ്ഞത്. എല്ലാത്തിന്റെ മുകളിലായിട്ട് ബദാം മിൽക്കാണ് ഒഴിക്കണത്. ഞങ്ങളെല്ലാവരും കൂടി സ്ട്രോങ് തന്നെയാണ് പറഞ്ഞത്. എല്ലാവരും കൂടി ബാങ്ക് കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കുറച്ച് ദൂരം അധികം നടന്നാലും തിരിച്ചൊരു ചെറിയൊരു ഓട്ടോ വിളിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ആർക്കും വലിയ മാറ്റങ്ങളൊന്നും തോന്നിയില്ല. എല്ലാവരും ഒരേപോലെ ഓക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. പല വീഡിയോയിലും കണ്ടു ബാങ്ക് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കിക്കാണ്, തല ഇറങ്ങും, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എല്ലാവരും ഓക്കെ പോലെ എനിക്ക് തോന്നി. റൂമിലെത്തി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങളെന്ന് മനസ്സിലായത്. AC റൂമിൽ വന്ന് ഭയങ്കര തണുപ്പുള്ള സ്ഥലത്ത് ഇവൻ ഡ്രസ്സ് മാറിയിട്ട് ഇങ്ങനെ ഇരിക്കണപ്പോഴാണ് മനസ്സിലായത് എന്തോ പ്രശ്നങ്ങൾ ഇതിനൊക്കെ ഉണ്ടെന്ന്. കുറച്ച് കഴിഞ്ഞത് ഇവന് ഇരിക്കാൻ പറ്റുള്ള, ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണു, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്ടൊക്കെ പറയണു. ഈ വീഡിയോയുടെ വോയിസ് നിങ്ങളൊന്ന് കേട്ട് നോക്കട്ടോ. വള്ളി പൊട്ടിപ്പോയാലായിരുന്നു എൻ്റെ അവസ്ഥ. ചിരി തുടങ്ങിയിട്ട് നിർത്തണ്ടായില്ല. ഒരു ചെറിയ കാര്യത്തിന് വരെ ചിരിക്കായിരുന്നു. ചിരി കഴിഞ്ഞ് പിന്നെ നമ്മൾ എവിടെയാ ഉള്ളതെന്നോ, ഭൂമിയിലാണോ ആകാശത്താണോ എവിടെയാണെന്ന് പോലും അറിയില്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. വാരണാസിയിൽ വന്ന് നിങ്ങൾ ബാങ്ക് ട്രൈ ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് റൂമിലേക്ക് വരാൻ നോക്കുക. ഞങ്ങളുടെ എന്തോ ഭാഗ്യം, വേറെ പുറമേ ആയിരുന്നെങ്കിൽ ഞങ്ങൾ ആകെ ചുറ്റിപ്പോയാൻ. പുതിയ വീഡിയോസ് കാണാൻ വേണ്ടി പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.